മഹാഭാരതം സഭാപർവവും അങ്ങനെ തീർന്നിരിക്കുകയാണ്. ജരാസന്ധന്റെ കഥയും തുടർന്ന് അദ്ദേഹത്തെ ഭീമസേനൻ വധിക്കുകയും അത് കഴിഞ്ഞ് യുധിഷ്ഠിരന്റെ രാജസൂയവും അതിൻ്റെ ഇടയ്ക്ക് ശിശുപാലന്റെ കോപവും ശിശുപാലന്റെ കഥയും അവസാനം ശിശുപാല വധവും പൂർത്തിയാക്കി അതിനുശേഷം ചൂതാട്ടത്തിൽ സഹോദരന്മാരെയും പാഞ്ചാലിയെയും പണയം വെച്ച് യുധിഷ്ഠിരൻ തോക്കുന്നതും ശകുനിയുടെ വിജയവും പാഞ്ചാലി വസ്ത്രാക്ഷേപവും ഭീമന്റെ ദൃഢപ്രതിജ്ഞതയും ധൃതരാഷ്ട്രരുടെ വരപ്രസാദവും വനവാസം സ്വീകരിയവും ദുര്യോധനന്റെ ദുഷ്ടപദ്ധതിയും തുടർന്ന് വനവാസത്തിലേക്ക് അവർ പോകുന്നതുകൂടിയാണ് സഭാപർവം അവസാനിക്കുന്നത്. ഇനി മൂന്നാമത്തെ പർവമായിട്ടുള്ള വനപർവമാണ് തുടരുന്നു. ചൂതിൽ തോറ്റു വനവാസം സ്വീകരിക്കാൻ നിർബന്ധിതരായ പാണ്ഡവന്മാർ പാഞ്ചാലിയും ഒന്നിച്ച് വനത്തിലേക്ക് തിരിച്ചു. ഈ വൃത്താന്തമറിഞ്ഞ് ദുഃഖിതരായ പൗരജനങ്ങൾ ഇതിനിടയാക്കിയ ധൃതരാഷ്ട്രരെയും ഇതിനെ തടയാതിരുന്ന ഭീഷ്മർ, ദ്രോണർ, കൃപൻ, വിതുരൻ തുടങ്ങിയവരെയും പരസ്യമായി തന്നെ നിന്ദിച്ച് സംസാരിച്ചു. ഭള്ളു നിറഞ്ഞവനും ദുരാഗ്രഹിയും നീചനും നിർഭയനുമായ ദുര്യോധനൻ നാടുവാണാൽ നാടുമുടിയുമെന്ന് അവർ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. പൗരന്മാർ കൂട്ടം കൂട്ടമായി പാണ്ഡവന്മാർ പോയ വഴിയെ അവരെ തിരക്കിയെത്തി. പാണ്ഡവരെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുതെന്ന് അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ വന്നത്. ക്ഷമം കാംക്ഷിക്കുന്നവർ സത്തുക്കളോടുകൂടി വസിക്കണം. ജന്മം, കർമ്മം, വിദ്യ എന്നീ മൂന്നിലും പ്രഗത്ഭരായവരോട് ഇടപെട്ട് ജീവിക്കുന്നവരാണ് ശാസ്ത്ര പഠനത്തേക്കാൾ ഉത്തമം. കർമ്മം ചെയ്തില്ലെങ്കിലും പുണ്യവാന്മാരായ സജ്ജനങ്ങളുമായി കൂടിച്ചേരുന്നവർ പുണ്യം നേടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഗുണവാന്മാരായ നിങ്ങളുടെ കൂടെയുള്ള വാസമാണ് ശ്രേയസ്കരമെന്ന് ഞങ്ങൾ കരുതുന്നു. പൗരന്മാർക്ക് തങ്ങളോടുള്ള ആദരവും സ്നേഹവും കണ്ടപ്പോൾ യുധിഷ്ഠിരന്റെ മനസ്സ് ആർദ്രമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാരുണ്യത്തിലും സസ്നേഹത്തിലും ഞങ്ങൾ ധന്യരായിരിക്കുന്നു. മുത്തച്ഛനായ ഭീഷ്മരും വിതുരനും മഹാരാജാവും അമ്മയും മറ്റു മിത്രജനങ്ങളും ഹസ്തിനപുരത്തിലുണ്ട്. നിങ്ങൾ മടങ്ങിപ്പോയി അവരെ സമാശ്വസിപ്പിക്കണം. അതാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കാരം. പൗരജനങ്ങൾ മനസ്സോടെ യുധിഷ്ഠിരന്റെ പ്രേരണയ്ക്ക് വശംവദരായി മടങ്ങിപ്പോയി. പാണ്ഡവന്മാർ ഗംഗാതീരത്തെത്തി. പ്രമാണം എന്നു പേരായ ഒരു വലിയ വടവൃക്ഷത്തിന്റെ കീഴിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂടി. അടുത്ത ദിവസം കാലത്ത് അവിടെ നിന്ന് യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങുമ്പോൾ ഒരു കൂട്ടം വിപ്രന്മാർ, അതായത് ബ്രാഹ്മണന്മാർ, പാണ്ഡവരുടെ മുമ്പാകെ എത്തി. അവരും പാണ്ഡവരോടൊപ്പം വനത്തിലേക്ക് പോകുവാൻ തയ്യാറായി വന്നവരായിരുന്നു. എന്നാൽ അവർക്കു വേണ്ട ആഹാരവും മറ്റും കൊടുക്കുന്നതിന് കഴിവില്ലാത്ത തന്നോടൊപ്പം വരരുതെന്ന് യുധിഷ്ഠിരൻ അവരോട് അപേക്ഷിച്ചു. എന്നാൽ ഭക്ഷണം ഞങ്ങൾ തന്നെ നേടിക്കൊള്ളാമെന്നും പാണ്ഡവന്മാരുടെ സഹവാസം മാത്രമാണ് ഞങ്ങൾ കാംക്ഷിക്കുന്നതുമെന്നായിരുന്നു ബ്രാഹ്മണരുടെ മറുപടി. ഇത് കേട്ട് യുധിഷ്ഠിരൻ ആകെ വിഷമിച്ചു. നിത്യവും 10,000-കണക്കിന് ആളുകൾക്ക് മൃഷ്ടാനുഭോജനം നൽകി അവരെ സംപ്രീതരാക്കിക്കൊണ്ടിരുന്ന തനിക്ക് ഇപ്പോൾ ഏർപ്പെട്ട ദുര്യോഗത്തിൽ അദ്ദേഹം അതീവ ഖിന്നനായി. അദ്ദേഹം തളർന്ന് നിലത്തിരുന്നു. അധ്യാത്മനിരതനും വിദ്വാനുമായ ശൗനക മഹർഷി ബ്രാഹ്മണരോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മൂഢന്മാർക്ക് 1000 ശോകത്തിനുള്ള മാർഗങ്ങളും 100 കണക്കിന് ഭയത്തിനുള്ള മാർഗങ്ങളും നിത്യേന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബുദ്ധിമാനത സംഭവിക്കുകയില്ല. അറിവുള്ള ധീരാത്മാക്കൾക്ക് അവയൊന്നും ചിന്താവിഷയവുമാവുന്നുമില്ല. സർവ്വ ആപത്തുകളും തടുക്കുവാനുള്ള ബുദ്ധി അങ്ങയ്ക്കില്ലേ? പിന്നെന്തിനാണ് അങ്ങ് വൃഥാ ക്ലേശിക്കുന്നത്? അർത്ഥം ചിലർക്ക് അനർത്ഥത്തിന് കാരണമാകുന്നു. വിത്തം ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് അത് ആഗ്രഹിക്കാതിരിക്കുകയാണ്. ചെളിയിൽ ചവിട്ടുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടാതിരിക്കുകയാണ്. ചെളിയിൽ ചവിട്ടി കാൽ കഴുകുന്നതിനേക്കാൾ നല്ലവൻ ചെളിയിൽ ചവിട്ടാത്തവനാണ്. യുധിഷ്ഠിരൻ ഇത് കേട്ടു മറുപടി പറഞ്ഞു, ഞാൻ അർത്ഥത്തെ ആഗ്രഹിക്കുന്നത് അർത്ഥഭോഗത്താലുള്ള ആശ കൊണ്ടല്ല, മറ്റുള്ളവരെ സംരക്ഷിക്കുവാനാണ്. എന്നെപ്പോലെ ഗൃഹസ്ഥാശ്രമിയായ ഒരുവന്റെ കൂടെയുള്ളവരെ കാത്തു രക്ഷിക്കേണ്ടതല്ലേ എൻ്റെ ധർമ്മം. അതിന് കഴിയാത്തതാണ് എൻ്റെ ദുഃഖം. യുധിഷ്ഠിരൻ തന്റെ പുരോഹിതനായ ധൗമ്യനെ സമീപിച്ച് തന്റെ ദുഃഖകാരണം അറിയിച്ചു. ധൗമ്യൻ തെല്ലു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭാനുമാനാണ് അന്നം. ഭൂതലത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണാധാരമാണ് അന്നം. സൂര്യൻ ഇപ്രകാരം എല്ലാവർക്കും പിതാവാണ്. നീ അവനെ ആശ്രയിക്കുക. സൂര്യന്റെ 108 പര്യായങ്ങൾ ചേർന്ന സൂര്യസ്തുതി മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. നീ സൂര്യനെ തപസ് ചെയ്യുക.
സൂര്യപ്രസാദത്താൽ നിനക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ജീവാത്മാവും ദൃഢവൃതനും ശുദ്ധചിത്തനുമായ ധർമ്മപുത്ര മഹാരാജാവ് സൂര്യനെ പ്രീതിപ്പെടുത്തുവാൻ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഉഗ്രമായ തപസ് ആരംഭിച്ചു. സൂര്യൻ ദീപ്തമാനായി ധർമ്മപുത്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ വത്സ, ഞാൻ നിന്നിൽ അതീവ സന്തുഷ്ടനായിരിക്കുന്നു. ഞാനിതാ നിനക്കൊരു പാത്രം തരുന്നു. നീ അത് സ്വീകരിക്കുക. ഇതിൽ നിന്ന് ചോറ്, ഫലമൂലങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ ചതുർവിധ വിഭവങ്ങളും രാജകൊട്ടാരത്തിൽ പാകപ്പെടുത്തിയതുപോലെയുള്ളവ തന്നെ നിനക്ക് ലഭിക്കുന്നതാണ്. എത്രയെടുത്താലും അവസാനിക്കാത്ത അക്ഷയപാത്രമാണിത്. എന്നാൽ ഇത് ഓരോ ദിവസവും ദ്രൗപദി ഉണ്ണുന്നതുവരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവളുടെ ആഹാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മാത്രമേ ഇതിൽ നിന്ന് വിഭവങ്ങൾ സിദ്ധിക്കുകയുള്ളൂ. സൂര്യദേവൻ പാത്രം നൽകിയിട്ട് മറഞ്ഞു. യുധിഷ്ഠിരൻ പാത്രവുമായി സന്തുഷ്ടിയോടെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ധൗമ്യനെ നമസ്കരിച്ചിട്ട് പാഞ്ചാലിയെ സമീപിച്ച് പാത്രം അവളുടെ കയ്യിൽ കൊടുത്തു. അന്നു മുതൽ ആ അക്ഷയപാത്രത്തിൽ നിന്ന് എത്ര പേരെ വേണമെങ്കിലും ഊട്ടുന്നതിനാവശ്യമായ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസവും വിപ്രന്മാർക്കും മറ്റുള്ളവർക്കും ആഹാരം നൽകിക്കഴിഞ്ഞതിന് മാത്രം പാണ്ഡവന്മാർ ഭക്ഷണം കഴിക്കും. എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞാണ് പാഞ്ചാലി ഭക്ഷിക്കുന്നത്. അങ്ങനെ ആഹാരകാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പാണ്ഡവരുടെ ജീവിതം മുന്നോട്ടു പോയി. അവർ ദിജ്ജ സംഘത്തോടുകൂടി കാമിക വനത്തിലെത്തി. കാലങ്ങൾ കഴിഞ്ഞു. ധൃതരാഷ്ട്രനെതിരായി നാട്ടുകാർ പരസ്യമായി സംസാരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു. അദ്ദേഹം ഒരു ദിവസം വിതുരനോട് ഇതേപ്പറ്റി സംസാരിച്ചു. ധൃതരാഷ്ട്രൻ ചോദിച്ചു: നാട്ടുകാർ എന്നെ അധിക്ഷേപിക്കുന്നു. ഞാൻ എന്താണ് വേണ്ടത്? അവർ നമ്മെ സ്വീകരിക്കുന്നതിന് ഞാൻ എന്തുപായമാണ് പ്രവർത്തിക്കേണ്ടത്? വിതുരൻ ഇത് കേട്ട് മറുപടി പറഞ്ഞു: പാണ്ഡവന്മാരിൽ നിന്ന് ലഭിച്ച സകല സമ്പത്തും അവർക്ക് മടക്കി കൊടുക്കുക. സ്വന്തമായ സ്വത്തുകൊണ്ട് സുഖിക്കുക. പരന്മാരുടെ സ്വത്വത്തിൽ ആഗ്രഹിക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അങ്ങയ്ക്ക് കീർത്തിദോഷം ഉണ്ടാവുകയില്ല, ധർമ്മം നശിക്കുകയുമില്ല. ദുശാസനൻ പരസ്യമായി സഭയിൽ വെച്ച് ഭീമനോടും ദ്രൗപദിയോടും ക്ഷമായാചനം ചെയ്യുകയും വേണം. ഭവാന്റെ ചോദ്യത്തിന് എനിക്ക് പറയുവാൻ കഴിയുന്ന മറുപടി ഇതുമാത്രമാണ്. ധൃതരാഷ്ട്രർ മറുപടി പറഞ്ഞു: നീ എപ്പോഴും പക്ഷപാതമായിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഗുണം വരുന്നത് നിനക്ക് സഹിക്കുന്നില്ല. പാണ്ഡവന്മാർക്ക് ഗുണമുണ്ടാകണമെന്ന് മാത്രമേ നിനക്ക് വിചാരമുള്ളൂ. എൻ്റെ മക്കളെ തള്ളിപ്പറയുന്നവനാണ് നീ ഉപദേശിക്കുന്നത്. മേലിൽ എനിക്ക് നിന്റെ ഈ ഉപദേശം ആവശ്യമില്ല. നിനക്ക് യഥേഷ്ടം പോവുകയോ നിൽക്കുകയോ ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ട് ധൃതരാഷ്ട്രർ പെട്ടെന്നെഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഈ വംശം മുടിഞ്ഞത് തന്നെ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് വിതുരൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിതുരൻ ഹസ്തിനാപുരിയിൽ നിന്ന് നേരെ കാമിക വനത്തിലേക്കാണ് പോയത്. അദ്ദേഹം പാണ്ഡവരുടെ അടുത്തെത്തി. ഹസ്തിനാപുരത്ത് വെച്ച് താനും ധൃതരാഷ്ട്രം കൂടി നടന്ന സംഭാഷണമെല്ലാം പാണ്ഡവരെ അറിയിച്ചു. വിതുരൻ തുടർന്നു പറഞ്ഞു: ധൃതരാഷ്ട്രർ എന്നെ ഉപേക്ഷിച്ചു. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. യുധിഷ്ഠിര, ശത്രുക്കൾ വിഷമങ്ങൾ സൃഷ്ടിച്ചാലും ക്ഷമയോടെ ഇരിക്കുന്നവൻ യഥാകാലം തീപ്പൊരിയിൽ നിന്ന് മഹാ അഗ്നി എന്ന പോലെ ശക്തനായി ലോകത്തെ അടക്കി ഭരിക്കും. സത്യമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. പാഴ്വാക്കുകൾ പറയരുത്. സുഹൃത്തുക്കളുടെ മധ്യത്തിൽ താനാണ് കൂടുതൽ യോഗ്യനെന്നുള്ള രീതിയിൽ ഒരിക്കലും പെരുമാറരുത്. യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു: ഇളയച്ചൻ പറഞ്ഞതുപോലെ ആവും വിധം കരുതലോടെ തെറ്റാതെ ഞാൻ ജീവിക്കും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രരുടെ ഉപദേശകനും അന്ധനായ അദ്ദേഹത്തിന് എല്ലാം വിവരിച്ചു കൊടുക്കുന്നവനുമായ സഞ്ജയൻ അവിടെ എത്തി. വീണ്ടും വിചാരമുണ്ടായപ്പോൾ താൻ വിതുരനോട് കോപിച്ചാട്ടി ഓടിച്ചത് തെറ്റായിപ്പോയെന്ന് ധൃതരാഷ്ട്രർക്ക് തോന്നി. വിതുരനെ ഹസ്തിനാപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായി ധൃതരാഷ്ട്രർ സഞ്ജയനെ നിയോഗിച്ചു. അതനുസരിച്ചാണ് അയാൾ കാമിക വനത്തിലെത്തിയത്. അയാൾ ഈ വിവരം വിതുരനെ വിവരമറിയിച്ചു. യുധിഷ്ഠിരന്റെ അനുമതിയോടെ വിതുരൻ ഹസ്തിനാപുരിയിലേക്ക് മടങ്ങിപ്പോയി. വിതുരൻ ധൃതരാഷ്ട്രന്റെ സമീപത്തെത്തി. ധൃതരാഷ്ട്രർ സ്നേഹത്തോടെ വിതുരനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു: അനിയ, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നീ മടങ്ങിയെത്തിയത്. നീ പോയതിൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ നീ ക്ഷമിക്കണം. വിതുരൻ പറഞ്ഞു: പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഞാൻ അങ്ങയോട് എന്നെ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാണ്ഡുവിൻ്റെ പുത്രന്മാരെ പോലെ തന്നെയാണ് എനിക്ക് അങ്ങയുടെ പുത്രന്മാരും. എന്നാൽ പാണ്ഡവന്മാർ
അശരണരായി കാട്ടിൽ ജീവിക്കുന്നതോർത്ത് അവരോട് എനിക്ക് കനിവുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. വിതുരരെ ഹസ്തിനാപുരിയിൽ നിന്ന് ആട്ടിപ്പായിച്ചുവെന്നറിഞ്ഞപ്പോൾ ദുര്യോധന പ്രവൃത്തികൾ അതിയായി സന്തോഷിച്ചു. എന്നാൽ വിതുരരെ തിരികെ വിളിച്ചുവെന്നും വിതുരൻ വന്നെത്തി ധൃതരാഷ്ട്രരെ കണ്ടുവെന്നും അറിഞ്ഞപ്പോൾ ദുര്യോധനൻ അസ്വസ്ഥനായി. വിതുരന്റെ ഉപദേശം സ്വീകരിച്ച് പാണ്ഡവന്മാരുടെ വനവാസം അവസാനിപ്പിച്ച് അവർക്ക് രാജ്യം തിരിച്ചു കൊടുത്ത് കളയുമോ എന്ന ഭയം അവനുണ്ടായി. അവൻ ശകുനിയോടും ദുശാസനോടും കർണനോടും മറ്റും ഗൂഢാലോചന തുടങ്ങി. ദുര്യോധനൻ പറഞ്ഞു, പാണ്ഡവന്മാർ ശ്രേയസ് കൂടിയിരിക്കുന്നത് കാണുവാൻ ഇടയായാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കുകയില്ല. യുധിഷ്ഠിരൻ ഒരിക്കലും സത്യം തെറ്റിക്കുന്നവനല്ലാത്തതുകൊണ്ട് വനവാസം ഉപേക്ഷിച്ച് പാണ്ഡവന്മാർ നാട്ടിലേക്ക് മടങ്ങുകയില്ലെന്ന് പറഞ്ഞ് ശകുനി ദുര്യോധനനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കർണന്റെ നിർദ്ദേശമാണ് ദുര്യോധനന് കൂടുതൽ സ്വീകാര്യമായി തോന്നിയത്. കർണൻ പറഞ്ഞു, ക്ഷീണിതരായി കാട്ടിലൊക്കെ ഉടറി നടക്കുകയാണ് പാണ്ഡവന്മാർ. ഈ സന്ദർഭത്തിൽ നമുക്കവരെ ആക്രമിച്ചു കൊല്ലുവാൻ കഴിയും. ഈ സന്ദർഭത്തിൽ മാത്രമേ കഴിയൂ. നാം വേണ്ട സന്നാഹങ്ങളോടും കൂടി കാട്ടിൽ പോയി പാണ്ഡവന്മാരോടും വംശനാശം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അതിനെ സമ്മതിച്ചു. പ്രത്യേകമായി തേരിൽ കയറി അവർ കാമിക വനത്തിലേക്ക് പോകുന്നതിന് തയ്യാറായി. ഇതെല്ലാം ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ വേദവ്യാസൻ ആ അവസരത്തിൽ അവിടെ എത്തി ദുര്യോധനെയും മറ്റും അവരുടെ ഉദ്യമത്തിൽ നിന്ന് തടഞ്ഞു. അദ്ദേഹം ധൃതരാഷ്ട്രനെ കണ്ടു പറഞ്ഞു, വിഡ്ഢിയായി നിന്റെ പുത്രൻ പാണ്ഡവന്മാരെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. അവൻ വെറുതെ ഇരിക്കുന്നതാണ് നല്ലത്. അവരെ കൊല്ലുവാൻ കാട്ടിൽ ചെന്നാൽ പിന്നെ നിന്റെ മകൻ മടങ്ങി വരികയില്ല. അവൻ്റെ കൂടെയുള്ളവരാരും മടങ്ങി വരികയില്ല. നീ അവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ആപത്തുണ്ടാകും. അവൻ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പ്രമാണം. ധൃതരാഷ്ട്രൻ മറുപടി പറഞ്ഞു, മുനി, എൻ്റെ താല്പര്യം കൊണ്ടല്ല ഇതുണ്ടായത്. ചോദ്യകളിയും എൻ്റെ താല്പര്യം കൊണ്ടല്ല. വിധി എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. കാര്യമൊക്കെ അറിയാമെങ്കിലും പുത്രസ്നേഹം കൊണ്ട് എനിക്ക് ദുര്യോധനനെ ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. വേദവ്യാസൻ ഇത് കേട്ട് മറുപടി പറഞ്ഞു, പാണ്ഡവനെ പോലെ നീയും എൻ്റെ പുത്രനാണ്. നിങ്ങളുടെ പുത്രന്മാർ എനിക്ക് സമന്മാരാണ്. എങ്കിലും ദീനന്മാരോട് കൂടുതൽ സ്നേഹം തോന്നും. പാണ്ഡവന്മാരുടെ ഇപ്പോഴത്തെ നിലയോർത്ത് ഞാൻ അവരോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. നിന്റെ പുത്രന്മാർ ജീവനോടെ ഇരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാണ്ഡവന്മാരോടുള്ള വൈര്യം ഉപേക്ഷിക്കണം. വ്യാസൻ ഇത് പറഞ്ഞ് അവിടെ നിന്ന് മറഞ്ഞു. ധൃതരാഷ്ട്രർ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ചിന്തയിലാണ്ടു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. കാമിക വനം നരഭോജികളായ രാക്ഷസന്മാർ സഞ്ചരിക്കുന്ന പ്രദേശമായിരുന്നു. തന്മൂലം മുനിമാരും ഇടയന്മാരും രാക്ഷസന്മാരെ ഭയപ്പെട്ട് അവിടം വിട്ടൊഴിഞ്ഞിരുന്നു. പാണ്ഡവന്മാർ കാമിക വനത്തിൽ എത്തിക്കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ പന്തവും കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുകളും ഉരുട്ടി നിൽക്കുന്ന ഒരു രാക്ഷസനെ വഴിയിൽ കണ്ടു. അവൻ സംഹാര രുദ്രനെ പോലെ പാണ്ഡവന്മാരുടെ അടുത്ത് പാഞ്ഞെത്തി. തെല്ലും ഭയപ്പെടാതെ ശാന്തനായി യുധിഷ്ഠിരൻ അവനോട് ചോദിച്ചു, നീ ആരാണ്? നിനക്കെന്താണ് വേണ്ടത്? രാക്ഷസൻ മറുപടി പറഞ്ഞു, ഞാൻ ഭഗന്റെ അനുജനായ കിർമീരനാണ്. ഈ വനം എൻ്റേതാണ്. മനുഷ്യമാംസമാണ് എൻ്റെ ആഹാരം. ഇന്നെൻ്റെ ആഹാരത്തിനെത്തിയ നിങ്ങൾ ആരാണ്? യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, ഞങ്ങൾ പാണ്ഡവന്മാരാണ്. യുധിഷ്ഠിരൻ എന്നാണ് എൻ്റെ പേര്. ഭീമാർജുനനാദികളായ സഹോദരന്മാരോടുകൂടി ഞങ്ങൾ വനവാസത്തിന് ഇവിടെ എത്തിയതാണ്. കിർമീരൻ പറഞ്ഞു, വളരെ നന്നായി. ഞാൻ നിങ്ങളുടെ ഭീമസേനനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ എൻ്റെ ജ്യേഷ്ഠനായ ഭഗനെ കൊന്നില്ലേ? എൻ്റെ സ്നേഹിതനായ ഹിഡുംബനെ കൊന്ന് അവൻ്റെ സഹോദരിയെ അപഹരിച്ചില്ലേ? എവിടെ ഭീമൻ? ഞാൻ അവനെ കൊന്ന് എൻ്റെ ജ്യേഷ്ഠരോടും സുഹൃത്തിനോടുമുള്ള കടമ നിർവഹിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവനെ കൊന്നു തിന്നും. ഇത് കേട്ടുകൊണ്ട് നിന്ന ഭീമൻ സമീപത്ത് നിന്ന് ഒരു വലിയ മരവും പിഴുതെടുത്തുകൊണ്ട് കിർമീരന്റെ മുന്നിലേക്ക് ചാടി. ഞാനാടാ നീ അന്വേഷിക്കുന്ന ഭീമൻ. ഇപ്പോൾ തന്നെ നിന്റെ കഥ കഴിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യമദണ്ഡം പോലെയുള്ള ഊക്കൻ വൃക്ഷം കൊണ്ട് രാക്ഷസന്റെ തലയിൽ ആഞ്ഞടിച്ചു. എന്നാൽ കിർമീരന് ഒരു കൂസലും ഉണ്ടായില്ല. അവനും ഒരു വൃക്ഷം പിഴുതെടുത്ത് ഭീമനോട് നേരിട്ടു. ഒട്ടുനേരം വൃക്ഷം കൊണ്ട് യുദ്ധം ചെയ്ത അവർ പിന്നീട് മുഷ്ടിയുദ്ധത്തിൽ ഏർപ്പെട്ടു. രണ്ടുപേരും ആദ്യമൊക്കെ സമമായ വിധത്തിൽ പോരാടിയെങ്കിലും രാക്ഷസൻ കുറെ ക്ഷീണിതനാകുവെന്നെന്ന് ഭീമന് മനസ്സിലാക്കി. അവൻ രാക്ഷസന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. അതോടൊപ്പം അവന്റെ അരക്കെട്ടിൽ മുട്ടുകൊണ്ടിടിക്കുകയും ചെയ്തു.
കണ്ടത്തിലെ പിടിമുറുക്കിയതോടെ രാക്ഷസന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അവന്റെ നാക്ക് പുറത്തു ചാടി. വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ചോരയൊലിച്ചു. അവനെ ഭീമൻ ശക്തിയോടെ നിലത്തേക്കടിച്ചു. അതോടെ അവന്റെ കഥയും കഴിഞ്ഞു. ഹിഡുംബനും ബഗനും പോയ വഴി തന്നെ നീയും പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ കൈകൾ മേൽപോട്ടുയർത്തി കുടഞ്ഞു. യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും ഭീമനെ പ്രശംസിച്ചു. കിർമീരൻ മരിച്ചതോടുകൂടി മറ്റു രാക്ഷസന്മാരെല്ലാം കാമിക വനം വിട്ടുപോയി. മുനിമാർക്കും ഇടയന്മാർക്കുമെല്ലാം അവിടെ നിർബാധം സഞ്ചരിക്കാമെന്ന നില വന്നു. എല്ലാവരും ഭീമനെയും സഹോദരന്മാരെയും അഭിനന്ദിച്ചു. അങ്ങനെ പാണ്ഡവന്മാർ കാമിക വനത്തിൽ താമസമായി. പാണ്ഡവന്മാർ കാമിക വനത്തിൽ താമസിക്കുന്ന കാലത്ത് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ പല രാജാക്കന്മാരും അവിടെ എത്തി അവരെ സന്ദർശിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ ദ്വാരകയിൽ നിന്ന് കൃഷ്ണനും എത്തിയിട്ടുണ്ടായിരുന്നു. രാജാക്കന്മാരെല്ലാം ധാർത്തരാഷ്ട്രന്മാരുടെ കടുങ്കയ്യെപ്പറ്റി രോക്ഷം കൊള്ളുകയും വാസുദേവനെ നേതാവാക്കി ധാർത്തരാഷ്ട്രരെ ആക്രമിച്ച് തോൽപ്പിച്ച് പാണ്ഡവർക്ക് രാജ്യം വീണ്ടെടുത്തു കൊടുക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ദുര്യോധനാദികളുടെ അധികാരഭ്രമത്തെ ഉടൻ തന്നെ ഇല്ലാതാക്കുന്നതിന് കൃഷ്ണനും അനുകൂലിച്ചു. അദ്ദേഹം തന്റെ സൗമ്യഭാവം വിട്ട് രൗദ്രഭാവം പ്രകടിപ്പിച്ചു. അത് കണ്ട് എല്ലാവരും ഭീതരായി. കൃഷ്ണൻ രൗദ്രഭാവത്തിൽ പറഞ്ഞു, ദുര്യോധനാദികളുടെ ചോര ഭൂമിദേവി കുടിക്കും. ഇവരെയും ഇവരുടെ കൂടെ കൂടുന്ന സകല രാജാക്കന്മാരെയും കൊന്ന് ധർമ്മപുത്രനെ രാജാവായി അഭിഷേകം ചെയ്യണം. ചതിക്കുന്നവനെ കൊല്ലണമെന്നുള്ളത് ശാശ്വത ധർമ്മമാണ്. ക്രുദ്ധനായ വാസുദേവനെ കോപാജ്വലനായി കണ്ടപ്പോൾ അർജുനൻ മഹാവിഷ്ണുവായ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള മഹൽ കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു. ഈ 14 ലോകങ്ങളും ഞൊടിയിടയിൽ ഭസ്മമാക്കുവാൻ കഴിയുന്ന സാക്ഷാൽ പരബ്രഹ്മമായ കൃഷ്ണന് ധാർത്തരാഷ്ട്രന്മാരെ ഉന്മൂലനാശം വരുത്തുവാൻ അത്രയും സമയം വേണ്ടതില്ലെന്നറിയിച്ചിട്ട് വിനീതനായി പറഞ്ഞു, അല്ലയോ ദേവ, എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ ചെയ്തിട്ടുള്ള സത്യം പാലിക്കുന്നതിന് അദ്ദേഹത്തെ അനുവദിച്ചാലും 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും നടത്താമെന്ന് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സത്യത്തിന് ഭംഗം വരുന്നത് അധർമ്മമായിട്ടേ അദ്ദേഹം കരുതുകയുള്ളൂ. ഇത്രയും കേട്ടപ്പോൾ കൃഷ്ണൻ ശാന്തനായി. അദ്ദേഹം പറഞ്ഞു, അർജുന, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്. എൻ്റേതെല്ലാം നിൻ്റേതുമാണ്. നീ നരനാണ്, ഞാൻ നാരായണനാണ്. ഞാൻ ഹരിയാണ്. നാരായണ ഹർഷികളായ നാം ഭൂമിയിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ജനിച്ചിരിക്കുകയാണ്. നമുക്കുള്ളിൽ അന്തരങ്ങളില്ല. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിന്നിരുന്ന പാഞ്ചാലി കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ സമീപിച്ച് ദുര്യോധനാദികളിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വന്ന ദ്രോഹങ്ങളെപ്പറ്റി പരിദേവനം ചെയ്തിട്ട് പറഞ്ഞു, അല്ലയോ മധുസൂദന, അങ്ങയ്ക്ക് എന്നോടുള്ള കൃപാകടാക്ഷങ്ങൾ എനിക്ക് നല്ലതുപോലെ അറിയാം. സഭയിൽ വെച്ച് എൻ്റെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ എൻ്റെ മാനം കാത്തുരക്ഷിച്ച ശരണാഗത പ്രിയനായ അങ്ങയേക്കാൾ വലിയൊരു സഹായി എനിക്കാരുണ്ട്? മേലിലും ഞങ്ങൾ നീ തന്നെ രക്ഷകൻ. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ വികാരവിവശനായി. അദ്ദേഹം പറഞ്ഞു, സോദരി, നീ കരയണ്ട. പാണ്ഡവപുത്രന്മാർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തുകൊള്ളാം. ഞാനിതാ സത്യം ചെയ്യുന്നു, നീ രാജപത്നിയായി വീണ്ടും വിളങ്ങും. തൻ്റെ സോദരിയുടെ ദുഃഖം കണ്ട് പരിതപിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അനിയത്തി, നീ സമാധാനമായിരിക്കൂ. ഞാൻ ദ്രോണനെ കൊല്ലും, ശിഖണ്ഡി ഭീഷ്മരെ കൊല്ലും, അർജുനൻ കർണനെയും ഭീമൻ ദുര്യോധനെയും കൊല്ലും. രാമകൃഷ്ണന്മാരുടെ സഹായത്താൽ നാം അജയ്യരായി ഭവിക്കും. ക്ഷുഭിതരായ അവിടെയുണ്ടായിരുന്ന മറ്റു രാജാക്കന്മാരും സമാധാനചിത്തരായി. കൃഷ്ണൻ എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ക്ഷണിച്ചിരുന്നില്ലെങ്കിൽ കൂടി ചൂതിൻ്റെ സന്ദർഭത്തിൽ ഞാൻ ഹസ്തിനാപുരിയിൽ എത്തുമായിരുന്നു. ചൂതിൻ്റെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ ആ ചൂത് തടയുമായിരുന്നു. ചൂതാട്ടം, സ്ത്രീ, വേട്ട, മദ്യപാനം എന്നീ ചതുർദോഷങ്ങൾ നാശഹേതുകളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അനർത്ഥം വരുത്തുന്നതാണ് ചൂതാട്ടം. വാശി വർദ്ധിച്ച് വാക്കേറ്റവും മറ്റു പല അനർത്ഥങ്ങളും അത് വരുത്തിക്കൂട്ടും. ഞാൻ ദ്വാരകയിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ ഭവാനെ കാണുവാൻ തിടുക്കമായി. ഉടനെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് എവിടെ പോയിരുന്നു? കൃഷ്ണൻ മറുപടിയായി പറഞ്ഞു, ഞാൻ സാൽവന്റെ നഗരത്തിലേക്ക് അവനെ വധിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. ഭവാന്റെ രാജസൂയ യാഗത്തിൽ വെച്ച് ശിശുപാലനെ ഞാൻ വധിച്ച വിവരമറിഞ്ഞ് അവന്റെ ഉറ്റ സുഹൃത്തായ സാൽവ രാജാവ് ഞാൻ ദ്വാരകയിൽ ഇല്ലാത്ത സമയം നോക്കി ദ്വാരകയിലെത്തി.
അവൻ പരമശിവനെ തപസ് ചെയ്ത് ഭൂമിയിൽ വെച്ച് ആരും തന്നെ വധിക്കരുതെന്ന ഒരു വരവും മയനിൽ നിന്ന് ആകാശ സഞ്ചാരം ചെയ്യാവുന്ന സൗഭകം എന്ന പേരോടുകൂടിയ ഒരു തേരും സമ്പാദിച്ചിരുന്നു. ജ്യേഷ്ഠൻ ബലരാമനും എൻ്റെ പുത്രൻ പ്രദ്യുമ്നനും കൂടി അവനെ എതിർത്തു. രണ്ടു ഭാഗത്തും ധാരാളം ആളുകൾ മരിച്ചു. ഒരിക്കൽ പ്രദ്യുമ്നൻ മോഹാലസ്യപ്പെട്ടുപോയി. അത്ര ഘോരമായിരുന്നു യുദ്ധം. ഞാൻ ദ്വാരകയിലെത്തിയപ്പോൾ സാൽവൻ വരുത്തിവെച്ച വിനയും അവൻ എന്നെ അവഹേളിക്കുന്ന വിധത്തിൽ നടത്തിയ പരാമർശങ്ങളും അറിഞ്ഞു. അവനെ കൊല്ലുവാൻ തന്നെ തീർച്ചപ്പെടുത്തി. അവനെ തിരക്കി മാർത്തികാവധത്തിലെത്തി. അവിടെ അവനില്ലായിരുന്നു. ഞാൻ എല്ലായിടത്തും തിരക്കി. അവൻ കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിൽ നിൽക്കുന്നതായി കണ്ടു. ഞാൻ പാഞ്ചജന്യം മുഴക്കി. അവൻ എന്നോട് മായായുദ്ധം നടത്തി. ഞാനത് മായയാൽ തന്നെ തടുത്തു. അവസാനം സുദർശന ചക്രം പ്രയോഗിച്ച് മായാവിയായ അവനെ ഞാൻ കൊന്നു. യുദ്ധം 27 ദിവസം നീണ്ടുനിന്നു. അങ്ങനെയാണ് എനിക്ക് ദ്യൂതിൻ്റെ സമയത്ത് അവിടെ ഹസ്തിനാപുരിയിൽ എത്തുവാൻ കഴിയാതെ വന്നത്. ഏതായാലും ഭവാൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം മംഗളമായി തന്നെ വരും. ഇത്രയും പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ച് സുഭദ്രയും പുത്രൻ അഭിമന്യുവിനെയും കൂട്ടി കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. പാഞ്ചാലിയുടെ 5 പുത്രന്മാരെയും കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ പാഞ്ചാലത്തിലേക്കും മടങ്ങി. മറ്റ് രാജാക്കന്മാരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും കാമിക വനത്തിൽ നിന്ന് ദൈത്വവനത്തിലെത്തി. കളകളാരവം പുറപ്പെടുപ്പിക്കുന്ന അരുവികളിൽ നിന്നൊഴുകുന്ന സ്ഫടിക നിർമ്മലമായ ശുദ്ധജലവും പൂവും കായും സുലഭമായിട്ടുള്ള വൃക്ഷലതാദികളും കളമൊഴി ഉതിർക്കുന്ന പക്ഷിവൃന്ദങ്ങളും സമൃദ്ധമായിട്ടുള്ള ആ ഭൂവിഭാവം താമസത്തിന് പറ്റിയതാണെന്ന് മനസ്സിലാക്കി അവർ അവിടം അവരുടെ സങ്കേതമാക്കി. അനേകം ദ്വിജശ്രേഷ്ഠന്മാരും തപസിദ്ധിയുള്ള മഹാത്മാക്കളും ഭിക്ഷുക്കളും മറ്റും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പാണ്ഡവന്മാരെ കാണുന്നതിന് അനേകം സിദ്ധന്മാരും ചാരണന്മാരും അവിടെ എത്തി. എല്ലാവരും യുധിഷ്ഠിരനെ സ്നേഹാദരങ്ങളോടെ ഉപചരിച്ചു. പാണ്ഡവന്മാർ സന്തോഷ സമനിത്വം ദൈത്വവനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പുരാണമുനിയും ചിരഞ്ജീവിയും അത്യുഗ്ര തേജോനിധിയുമായ മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവാശ്രമത്തിൽ വന്നു. യുധിഷ്ഠിരൻ അത്യധികം ആദരവോടെ അദ്ദേഹത്തെ പൂജിച്ചിരുത്തി. മഹർഷിമാരിൽ ചുറ്റിപ്പെട്ട യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും ദ്രൗപദിയെയും കണ്ടപ്പോൾ മഹർഷി ചിരിച്ചു. ഇത് കണ്ട് യുധിഷ്ഠിരൻ കൗതുകപൂർവ്വം മഹർഷിയോട് ചോദിച്ചു, മഹർഷി, ഇവിടെ വന്ന് എന്നെ കാണുന്ന താപശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും എന്നെ കാണുമ്പോൾ സഹതപിക്കുന്നു. ഭവാൻ മാത്രം സന്തോഷിക്കുന്ന വിധത്തിൽ ചിരിക്കുന്നതിൻ്റെ കാരണമറിയുവാൻ ആഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോൾ മഹർഷി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിരാ, ഞാൻ ഹർഷോന്മത്തനായി ചിരിച്ചതല്ല. അങ്ങയുടെ ഈ സ്ഥിതി കണ്ടപ്പോൾ ഞാൻ ദശരഥപുത്രനെ ഓർത്ത് ചിരിച്ചുപോയതാണ്. അച്ഛൻ്റെ വാക്കുപാലിക്കുവാൻ രാജ്യവും രാജഭോഗങ്ങളും ഉപേക്ഷിച്ച് സഹോദരനോടും പത്നിയോടും കൂടി കാട് ചുറ്റുമ്പോൾ ഋഷ്യമൂകാചലത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ശക്രനൻ, അതായത് ഇന്ദ്രനു തുല്യനും മഹാനുഭാവനുമായ ശ്രീരാമൻ ധർമാനുഷ്ഠാനത്തിനു വേണ്ടി കാട്ടിൽ സഞ്ചരിച്ചിരുന്നു. അതുപോലെ നീയും ഇപ്പോൾ വനത്തിൽ വസിക്കുന്നു. നീ ശക്തനായിട്ടും അധർമ്മം ചെയ്യാതെ ധർമ്മം അനുഷ്ഠിക്കുന്നു. നിന്റെ ധർമാനുഷ്ഠാനം കണ്ടുള്ള സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചതാണ്. സത്യസന്ധതയുടെ ക്ലേശകരമായ ഈ വനവാസം കഴിഞ്ഞ് നിന്റെ ശക്തി കൊണ്ട് തന്നെ നീ ഐശ്വര്യം വീണ്ടെടുക്കും. മഹർഷി പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചിട്ട് ദൈത്വവനത്തിൽ നിന്ന് പോയി. പാണ്ഡവന്മാർ ദൈത്വകവനത്തിൽ താമസിക്കുമ്പോൾ അവരോടൊപ്പം ധാരാളം ബ്രാഹ്മണരും പാർത്തുവന്നു. അവിടെ എല്ലായ്പ്പോഴും വേദോച്ചാരണം മുഴങ്ങി. ദ്വൈതകവനം അപ്പോൾ ഒരു 2ാം ബ്രഹ്മലോകം പോലെ ശോഭിച്ചു. ഒരു ദിവസം രാത്രി യുധിഷ്ഠിരനും സഹോദരന്മാരും ദ്രൗപദിയും കൂടിയിരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടേയിരുന്നു. ദ്രൗപദി യുധിഷ്ഠിരനോടായി പറഞ്ഞു, പ്രഭു, നമ്മെ ഈ നിലയിലാക്കിയ ദുര്യോധനന്റെ ഹൃദയം വജ്രത്തേക്കാൾ കാഠിന്യമേറിയതാണ്. ദുർബുദ്ധിയായ അവന് നിശ്ചയമായും യാതൊരു സന്താപവുമില്ല. മാന്തോലും ധരിച്ച് അങ്ങ് കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അവനും കർണനും ശകുനിയും ദുശാസനനും മാത്രമാണ് ആഹ്ലാദിച്ചത്. ബാക്കിയുള്ളവരെല്ലാം അസഹ്യമായ ദുഃഖം കൊണ്ട് കണ്ണീരൊഴുക്കി. രത്നഖചിതമായ സിംഹാസനത്തിലിരുന്ന അങ്ങ് ഇപ്പോൾ ദർഭപ്പുല്ല് വിരിച്ച തറയിലിരിക്കുന്നു. ക്ഷത്രിയ വീരന്മാരായ രാജാക്കന്മാരുടെ മധ്യത്തിൽ ചക്രവർത്തിയായി പരിലസിച്ചിരുന്ന അങ്ങ് ഈ ഘോരഗാനനത്തിൽ ഒറ്റപ്പെട്ട് കഴിച്ചുകൂട്ടുന്നു. ചന്ദനച്ചാറ് പൂശി സുഗന്ധപൂരിതമാക്കിയിരുന്ന അങ്ങയുടെ തിരുമേനിയിൽ ധൂളി പുരണ്ടിരിക്കുന്നു.
പട്ടുടയാടുകൾ ചാർത്തി ശോഭിച്ചിരുന്ന അങ്ങയുടെ കോമള ശരീരത്തിൽ ഇപ്പോഴിതാ വൽക്കലവും മാന്തോലും. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? വനവാസത്തിൽ ഭീമൻ അത്യധികം ദുഃഖിക്കുന്നുണ്ട്. ദുര്യോധനാദികളെ ഒറ്റയ്ക്ക് സംഹരിക്കാൻ ശക്തിയുള്ള ഭീമൻ അങ്ങയുടെ പ്രതിജ്ഞയോർത്ത് എല്ലാം സഹിക്കുന്നു. 2 കൈയേ ഉള്ളെങ്കിലും ബാഹുവീര്യത്തിൽ 1000 കൈകളുള്ള കാർത്തവീര്യാർജുനോട് തുല്യനാണ് അർജുനൻ. ആ പുരുഷ കേസരിയുടെ ഇപ്പോഴത്തെ നില എത്ര ശോചനീയമാണ്. തരുണനും ഗൺകധാരികളിൽ മുമ്പനുമായ നകുലനും സുന്ദരനും ധീരനുമായ സഹദേവനും കാട്ടിൽ വെറുത്തും നിലത്ത് കിടക്കുന്നു. ദ്രുപദകുലത്തിൽ പിറന്ന ഞാൻ, പാണ്ഡുവിൻ്റെ സനുഷ്യായ ഞാൻ, ദൃഷ്ടദ്യുമ്നന്റെ സഹോദരിയായ ഞാൻ നിസ്സഹായയായി ഈ കാനനത്തിൽ കഴിച്ചുകൂട്ടുന്നു. ഞങ്ങളുടെ കഷ്ടാവസ്ഥ കണ്ടിട്ട് ഇതിനെല്ലാം കാരണക്കാരനായ അങ്ങയുടെ ശത്രുക്കളോട് അങ്ങയ്ക്ക് കോപം തോന്നുന്നില്ലേ? എല്ലാം അങ്ങ് ക്ഷമിക്കുകയാണോ? അങ്ങയ്ക്ക് കോപമെന്നൊന്നില്ലെന്ന് തീർച്ചയായി. ഭ്രാതാക്കളെയും എന്നെയും കണ്ടിട്ടും ഈണ്ടില്ലാത്ത ഭവാന് ചുണയുണ്ടെന്ന് വിചാരിക്കുവാൻ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. കോപമില്ലാത്ത ക്ഷത്രിയൻ ഇല്ലെന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ക്ഷത്രിയനായ ഭവാൻ ആ പഴമൊഴിക്ക് ഒരപവാദമാണ്. വേണ്ട കാലത്ത് കോപം കാട്ടാത്ത ക്ഷത്രിയനെ എക്കാലത്തും എല്ലാ ജീവികളും പുച്ഛിക്കും. അങ്ങൊന്ന് ക്രോധിച്ചാൽ അങ്ങയുടെ ശത്രുക്കളൊക്കെ സംഹരിക്കപ്പെടും. അങ്ങ് തന്നെ കേട്ടിരിക്കുവാൻ ഇടയുള്ള ഒരു ഇതിഹാസ കഥ അങ്ങയുടെ ഓർമ്മയ്ക്കായി ഞാൻ പറയാം. മഹാബലിയുടെ മുത്തച്ഛനായിരുന്നല്ലോ അസുരേന്ദ്രനും സർവധർമ്മധാന കോവിദനുമായ പ്രഹ്ലാദൻ. അദ്ദേഹത്തോട് മഹാബലി ചോദിച്ചു, മുത്തച്ഛ, ക്ഷമയോ ബലമോ എന്താണ് ശ്രേഷ്ഠമായത്? ഏതാണ് ശ്രേയസ്കരം? പ്രഹ്ലാദൻ പ്രതിവചിച്ചു, എപ്പോഴും ബലപ്രയോഗം നല്ലതല്ല, എന്നാൽ എപ്പോഴും ക്ഷമയും നല്ലതല്ല. ഈ പറഞ്ഞ 2 സത്യവും നീ സംശയാതീതമായി ധരിക്കണം. എപ്പോഴും ക്ഷമിക്കുന്നവന് വളരെ ദോഷങ്ങൾ പറ്റും. അവനെ ഭൃത്യന്മാരും നിന്ദിക്കും. അങ്ങനെയുള്ളവൻ സ്വൽപ്പബുദ്ധികളായാലും ഭൃത്യന്മാർ പോലും ചൂഷണം ചെയ്യപ്പെടും. ലോകത്തിൽ മരണത്തെക്കാൾ മോശമാണല്ലോ അപമാനം. എപ്പോഴും ക്ഷമിക്കുന്നവനോട് മക്കളും ഭൃത്യന്മാരും സ്വജനങ്ങളും അപരിചിതർ പോലും കടുത്ത വാക്കുകൾ പറയും. അവന്റെ ഭാര്യമാരും തന്നിഷ്ടം പോലെ നടക്കും. ഇനി ക്ഷമയില്ലാത്തവന് വന്നു ചേരുന്ന ദോഷം പറയാം. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും കോപാന്തനായി തൻ്റെ ബലം കൊണ്ട് ശിക്ഷ നൽകുന്നവനോട് സുഹൃത്തുക്കൾ പോലും പിണങ്ങും. സ്വജനങ്ങളുടെയും നാട്ടിലുള്ളവരുടെയും വിദ്വേഷത്തിന് പാത്രമാകുകയും ചെയ്യും. അങ്ങനെയുള്ളവന് എങ്ങനെ ഐശ്വര്യമുണ്ടാകും? അതുകൊണ്ട് അതിക്രോധം പാടില്ല. വേണ്ട നേരത്ത് മൃദുവാകുകയും വേണ്ട നേരത്ത് തീക്ഷ്ണത കാട്ടുകയും വേണം. എപ്പോഴൊക്കെയാണ് ക്ഷമിക്കേണ്ടതെന്നും ഞാൻ പറയാം. നിനക്ക് നേരത്തെ ഉപകാരം ചെയ്തവൻ ഒരു തെറ്റ് നിന്നോട് ചെയ്താലും ഉപകാരം ചിന്തിച്ച് അവന്റെ അപകാരം ക്ഷമിക്കണം. അറിഞ്ഞു ചെയ്ത ഒരു തെറ്റിനെ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞാലും അത് ചെയ്തവനെ വെറുതെ വിടരുത്. സാവം കൊണ്ട് ക്രൂരനെയും അല്ലാത്തവനെയും കൊല്ലാം. എന്നാൽ അതെല്ലാം തൻ്റെ ബലവും ദൗർബല്യവും കാലവും ദേശവും ഒക്കെ നോക്കി ചെയ്യണമെന്ന് മാത്രം. ദേശത്തിനും കാലത്തിനും ചേർന്നതല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും വിജയിക്കുകയില്ല. അപ്രകാരം തന്നെ ലോകഭയം കൊണ്ടും കുറ്റം ക്ഷമിക്കണം. ബഹുജന പ്രക്ഷോഭമുണ്ടാകുന്ന ശിക്ഷ നൽകുന്നതിൽ പ്രത്യേകം കരുതലുണ്ടാകണം. അപ്പോൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഇപ്രകാരമല്ലാത്ത സന്ദർഭങ്ങളിൽ ക്രോധിക്കണം. അത് ആവശ്യമാണ്. ദ്രൗപദി തുടർന്നു, ധർമ്മരാജാവേ, ഇപ്പോൾ അങ്ങ് ബലം പ്രയോഗിക്കേണ്ട കാലമാണ്. എന്നും ദ്രോഹം ചെയ്യുന്ന ദുഷ്ടന്മാരായ ധാർത്തരാഷ്ട്രന്മാരോട് ക്ഷമിക്കേണ്ട കാലമല്ല. അവർ അത് അർഹിക്കുന്നില്ല. അതിവിനയവും മൃദുവായവനെ ജനങ്ങൾ അവഗണിക്കും. ക്ഷമയും ബലവും വേണ്ട കാലത്ത് അറിഞ്ഞു ചെയ്യുന്നവനാണ് രാജാവ്. ഇത്രയും കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, പ്രിയേ ദ്രൗപദി, ക്രോധം മനുഷ്യനെ കൊല്ലും. ക്രോധത്തെ അടിക്കുന്നവന് അഭിവൃദ്ധി ഉണ്ടാകും. ക്രോധം വിനാശത്തിന്റെ മൂലമാണ്. പാപം ചെയ്യുന്ന നരനാണ് ക്രുദ്ധൻ. ക്രുദ്ധൻ ഗുരുക്കളെ കൊല്ലും, മാതാപിതാക്കളെയും സ്വജനങ്ങളെയും കൊല്ലും. അവന് പറയേണ്ടതും പറയേണ്ടാത്തതുമായതൊന്നും അറിയില്ല. അസത്യത്തേക്കാൾ ശ്രേഷ്ഠം സത്യമാണ്. അതുപോലെ തന്നെ ക്ഷമയും വിനയവും ക്രോധത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ദുര്യോധനനെ കൊല്ലുവാൻ വേണ്ടി മാത്രം ഞാൻ എങ്ങനെ ക്രോധത്തെ സ്വീകരിക്കും? സ്വധർമ്മിനിഷ്ഠൻ മാത്രമല്ല നല്ലവനാകൂ, ക്രുദ്ധൻ സ്വധർമ്മിഷ്ഠനാവുകയില്ല. അല്പബുദ്ധികൾക്ക് എന്തൊക്കെ തെറ്റുപറ്റിയാലും എന്നെ പോലെയുള്ളവർക്ക് അപ്രകാരം തെറ്റുപറ്റുവാൻ പാടുണ്ടോ? ഭൂമിയെപ്പോലെ ക്ഷമാശീലരായവർ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. വേദനിപ്പിക്കപ്പെട്ടവൻ പകരം വേദനിപ്പിക്കുകയും ഉപദ്രവിക്കപ്പെട്ടവൻ തിരിച്ചു ഉപദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം സർവനാശമായി തീരും.
ശകാരിച്ചാൽ അതിനെതിരായി ശകാരിക്കുകയും ദ്രോഹിച്ചാൽ അതിനു പകരം ദ്രോഹിക്കുകയും ഹിംസിച്ചാൽ പകരം ഹിംസിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിതാക്കൾ മക്കളെ കൊല്ലുകയും തുടരും.